ജില്ലാ ആസൂത്രണ സമിതികൾ ചേരുവാൻ വൈകിയത് സംസ്ഥാനത്തെ പ്രാദേശിക വികസനത്തിന് തിരിച്ചടിയാകുന്നു. ഏപ്രിൽ മാസം ചേരേണ്ടിയിരുന്ന DPCകളാണ് ഈ മാസം ചേരുന്നത്. പദ്ധതിക്ക് അംഗീകാരം വൈകുന്നത് കോടിക്കണക്കിന് രൂപയുടെ വികസനം നടത്താതിരിക്കുന്നതിന് പുറമെ അടുത്ത വാർഷിക പദ്ധതിക്കും തിരിച്ചടിയാകും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് DPC ചേരുന്നതിന് തടസ്സമായതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ജനുവരി മുതൽ ഗ്രാമസഭകൾ ചേർന്ന് വാർഷിക പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ തുടങ്ങുകയാണ് പതിവ്. മാർച്ച് മാസം DPCക്ക് നൽകും. ഭേദഗതികളോടെ ഏപ്രിൽ മാസം പദ്ധതിക്ക് DPC അംഗീകാരം നൽകുകയും ചെയ്യും. ഈ വർഷവും ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം നടപടികൾ പൂർത്തിയാക്കി മാർച്ചിൽ പദ്ധതികൾ DPCയുടെ അംഗീകാരത്തിന് നൽകി. എന്നാൽ DPC ചേരാനിരിക്കുന്നതേ ഉള്ളൂ. അംഗീകാരം ലഭിച്ച ശേഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർവഹണം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് 2.5 മാസം വേണം. സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നിർവഹണം വീണ്ടും വൈകാനും ഇടയുണ്ട്. ഡിസംബറിൽ തുടങ്ങിയാലും മാർച്ചിന് മുമ്പ് പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരും. അവശേഷിക്കുന്ന പദ്ധതികൾ ഫിൽ ഓവറിലും ആവും. ഇങ്ങനെ വന്നാൽ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഇത്രയും തുക കുറയും. ജനുവരിയോടെ അടുത്ത വർഷത്തെ പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ തുടങ്ങുകയും വേണം. ഇതിനിടെ ഉദ്യോഗസ്ഥരുടെ കുറവും സ്ഥലം മാറ്റവും തുടങ്ങിയ പ്രശ്നങ്ങൾ പദ്ധതി നിർവഹണത്തെ സാരമായി ബാധിക്കും. തെറ്റായ സാമ്പത്തിക നയം കാരണം ഒരു പഞ്ചായത്തുകളിലും പുതിയ പദ്ധതികൾ അനുവദിക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഈ സമയങ്ങളിൽ DPC കൂടേണ്ട കാലഘട്ടമാണ്. DPC കൂടി പദ്ധതികൾ അംഗീകരിച്ച് പഞ്ചായത്തുകൾക്ക് എസ്റ്റിമേറ്റ് കൊടുക്കുകയും ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കാതിരിക്കുന്ന സമയത്ത് ഈ തെറ്റായ സാമ്പത്തിക നയം സർക്കാർ ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടി DPCകൾ വിളിച്ചുകൂട്ടാതെയും അംഗീകാരം കൊടുക്കാതെയും ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇനി ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേനും ഈ വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയം കൊണ്ട് അതൊരു പഞ്ചായത്തിനും ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാമാന്യ ജനത്തിന് ഉണ്ടാകാൻ പോകുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നടത്തേണ്ട പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണത്തിനാണ് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത്. ഗ്രാമപഞ്ചായത്തിന് 8 മുതൽ 12 കോടിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിന് 5 മുതൽ 8 കോടിയുടെയും ജില്ലാ പഞ്ചായത്തിന് 100 മുതൽ 140 കോടിയുടെയും വാർഷിക പദ്ധതികളാണ് ഉണ്ടാവുക. ഫലത്തിൽ ആസൂത്രണ സമിതി ചേരാൻ വൈകിയത് സംസ്ഥാനത്തെ സാരമായി പിന്നോട്ടടിക്കാൻ കാരണമാകും. ഫലത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക നയം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ ശ്രമമാണ് ആസൂത്രണ സമിതി കൂടാൻ താമസിച്ചതെന്നും ആരോപണമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ് ഉത്തര. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.